പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ വശത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മളിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാ ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അല്ലെങ്കിൽ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2-ാം തിരുവാക്യം. ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശുവിന് വഴിയൊരുക്കാൻ ദൈവം സ്നാപയോഹന്നാനെ ചുമതലപ്പെടുത്തി. ഈ തിരുവചനം നമ്മളോട് കൂടെയായിട്ടാണ് പറയുന്നത്. ഈശോ നമുക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. അവൻ നമ്മുടെ വഴികളിൽ നമ്മളെ കാത്തുകൊള്ളും. നമ്മുടെ പാദം കല്ലിൽ തട്ടായിരിക്കാൻ അവർ നമ്മളെ കൈകളിൽ വഹിക്കും. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ ജീവൻ കാത്തു സൂക്ഷിക്കും. ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ യേശുവാണ് വഴി. ആ യേശുവിലേക്കുള്ള വഴി ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് മുൻപേ പോകും. ആ ദൂതനോട് കൂടെ നമ്മൾ സഞ്ചരിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കണം. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ വചനം അനുസരിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവെ, നീ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തെ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ തിരുരക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന കർത്താവെ, അവിടുത്തെ പരിശുദ്ധമായ തിരുരക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. ഈശോ ഏതേതോന്നാണമേ, അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മേലെ നീട്ടണമേ. അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കർത്താവെ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവർത്തികളെ പറ്റിയും കേട്ട് ഞങ്ങൾ ഭയന്നു. ഞങ്ങളുടെ നാളുകൾ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകൾ അത് വെളിപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് പണ്ട് ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ.